സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പലയിടത്തും UDFും LDFും തമ്മിലുള്ള രഹസ്യ ധാരണ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഇടതുമുന്നണിയും വലതുമുന്നണിയും തമ്മിൽ സംസ്ഥാനത്തെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും രഹസ്യമായിട്ടുള്ള ധാരണയിലെത്തിയതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത് വളരെ പ്രകടമാണ്. പല വാർഡുകളിലും പരസ്പരം ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തി സഹായിക്കുക എന്നുള്ള തന്ത്രമാണ് ഇരു മുന്നണികളും എടുക്കുന്നത്. അതിനുള്ള കാരണം രാഷ്ട്രീയമായി രണ്ട് മുന്നണികളും പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. സ്വർണ്ണക്കള്ളക്കടത്തിലും അനുബന്ധ അഴിമതി കേസുകളിലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഇടതുമുന്നണി നേതാക്കൾ പ്രതിക്കൂട്ടിലായത് രാഷ്ട്രീയമായ വലിയ തിരിച്ചടിക്ക് കാരണമായിരിക്കുന്നു എന്നുള്ള തോന്നൽ, അതേപോലെ തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ തോതിൽ ആരോപണ വിധേയരായി മാറിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എങ്ങനെയും പിടിച്ചു നിൽക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഈ ധാരണയ്ക്ക് പിന്നിൽ. മഞ്ചേശ്വരം MLA MC കമറുദ്ദീൻ്റെയും മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിയുടെയും കേസുകൾ UDFനെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുക. വലിയ അഴിമതികളാണ് പുറത്തു വന്നിരിക്കുന്നത്. മഞ്ചേശ്വരം MLA നൂറുകണക്കിന് കോടി രൂപയുടെ തട്ടിപ്പിലാണ് പ്രതിയായിരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ പ്രമുഖനായിട്ടുള്ള നേതാവ് ശ്രീ KM ഷാജി വലിയ തോതിലുള്ള കള്ളക്കടത്ത് ഹവാല ഇടപാടുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അഴിമതി സാർവത്രികമായിരിക്കുകയാണ് രണ്ട് മുന്നണികളിൽ. UDFന്റെ മറ്റു പല നേതാക്കളും ഇനിയും അഴിമതി കേസുകളിൽ പ്രതിയാകുമോ എന്നുള്ള ഭയാശങ്ക ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന് അവരെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അഴിമതി മുന്നണികളാണ് രണ്ടുപേരും. അഴിമതിക്കാരായവർ ഒന്നിക്കുന്നു എന്നുള്ളതാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം. അഴിമതിക്കാരുടെ സംയുക്ത മുന്നണിയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് യാഥാർത്ഥ്യമാവുന്നത്. ഇന്ത്യയിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പോലെ കേരളത്തിലും LDF UDF ഐക്യം യാഥാർത്ഥ്യമാവുകയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് LDF UDF ഐക്യത്തിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണശാലയായിരിക്കും. സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ തന്ത്രപരമായിട്ടുള്ള നീക്കുപോക്കുകൾക്ക് ഇടതുമുന്നണിയും വലതുമുന്നണിയും ധാരണയിലെത്തിയിരിക്കുന്നു. മുസ്ലിം ലീഗ് നേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ ഇപ്പോൾ LDFന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് അവർ പലയിടത്തും സ്വീകരിക്കുന്നത്. എല്ലാ വർഗീയ ശക്തികളെയും കൂട്ടുപിടിച്ചിട്ടും രക്ഷയില്ല എന്ന് മനസ്സിലായ UDF നേതാക്കന്മാർ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി LDFുമായിട്ട് ധാരണയിലെത്തിയിരിക്കുകയാണ്. പല കേസുകളും ഒത്തുതീർപ്പാക്കി കൊടുക്കാൻ പിണറായി വിജയൻ സമ്മതം മൂളിക്കഴിഞ്ഞു. അതാണ് പാലാരിവട്ടം കേസിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 5 IPS ഉദ്യോഗസ്ഥന്മാരെ UDF നേതാക്കളുടെ അവർക്കെതിരായി ഉയർന്നു വന്നുള്ള കേസുകൾ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നു ശ്രീ പിണറായി വിജയൻ. എന്നാൽ അതെല്ലാം ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. സോളാർ കേസിലെ വിവാദ നായികയുടെ മൊഴിയെടുത്തിട്ട് 2 ആഴ്ച കഴിഞ്ഞു. ഒരു നടപടിയും സർക്കാർ എടുക്കുന്നില്ല. രമേശ് ചെന്നിത്തലയെയും ഉമ്മൻചാണ്ടിയെയും കുഞ്ഞാലിക്കുട്ടിയെയും ബ്ലാക്ക്മെയിൽ ചെയ്ത് വരുതിയിൽ നിർത്തുകയാണ് ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ ചെയ്യുന്നത്. പാലാരിവട്ടം കേസിൻ്റെ അന്വേഷണം ശരിയായ നിലയിൽ പുരോഗമിച്ചാൽ കുഞ്ഞാലിക്കുട്ടി പ്രതിയാവുമെന്ന് ഉറപ്പാണ്. പാലാരിവട്ടം അഴിമതി കേസിൽ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മാത്രമല്ല ഉത്തരവാദിയെന്ന് എല്ലാവർക്കും അറിയാം. പാലാരിവട്ടം അഴിമതിയുടെ പ്രധാന ഗുണഭോക്താവ് മുസ്ലിം ലീഗ് നേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയാണ്. അത് പകൽ പോലെയുള്ള വസ്തുതയാണ്.
അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി നേതൃത്വം നൽകി CPM-ഉമായിട്ട് പലയിടത്തും ധാരണയാവുകയാണ്. സംസ്ഥാനത്ത് NDAക്ക് വർദ്ധിച്ചു വരുന്ന ജനപിന്തുണയുള്ള ഭീതിയാണ് ഇങ്ങനെയൊരു തന്ത്രപരമായ അഡ്ജസ്റ്റ്മെൻറ്റിന് ഇരുവരെയും പ്രേരിപ്പിക്കുന്നത്. രമേശ് ചെന്നിത്തലയ്ക്കെതിരായിട്ട് നിരവധിയായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പക്കലുണ്ട്. പക്ഷെ അതൊന്നും എടുക്കാൻ ഇതേവരെ സർക്കാർ തയ്യാറായിട്ടില്ല. ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ശക്തമായതുകൊണ്ടാണ് ചില അന്വേഷണങ്ങളെങ്കിലും കേരളത്തിൽ നടക്കുന്നത്. പാലാരിവട്ടം കേസിലും KM ഷാജിയുടെ കേസിലും കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലുകൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയത്. സംസ്ഥാന ഗവൺമെൻറ് നേരിട്ട് ഒരു അന്വേഷണവും മുസ്ലിം ലീഗ് നേതാക്കന്മാർക്കെതിരെ നടത്തുന്നില്ല, കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ നടത്തുന്നില്ല. സരിതയുടെ മൊഴി പകൽ പോലെ വ്യക്തമായി പോലീസ് രേഖപ്പെടുത്തിയതാണ്. എന്നാൽ അതൊന്നും അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുന്നില്ല. പരസ്പരം കോംപ്രമൈസ് ചെയ്യുകയാണ് UDF-ഉം LDF-ഉം. ഞങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വസ്തുതാപരമായിട്ടുള്ളതാണ്. UDF നേതാക്കന്മാരുടെയും മുൻ മന്ത്രിമാരുടെയും അഴിമതി കേസുകൾ എന്തുകൊണ്ടാണ് സംസ്ഥാനത്ത് തേച്ചുമാച്ച് കളയുന്നത്? കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഏതാണ്ട് 14 മന്ത്രിമാരുടെ പേരിൽ ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണങ്ങളുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെ, മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടി ഉൾപ്പെടെ 14 മന്ത്രിമാരുടെ പേരിലുള്ള ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണങ്ങളും ശ്രീ പിണറായി വിജയൻ തേച്ചുമാച്ച് കളഞ്ഞു. എല്ലാം പരസ്പരം ഒതുക്കി തീർക്കുകയാണ്. സംസ്ഥാനത്ത് UDF LDF രഹസ്യധാരണ വളരെ ശക്തമാണ്. കേരളത്തിലെ ജനങ്ങൾ അതിനെ എതിർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്നുള്ള ഉറച്ച നിലപാട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇരു മുന്നണികൾക്കും ബോധ്യമാവും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചുകൊണ്ട് LDF-ന് അനുകൂലമായിട്ടുള്ള ഒരു നീക്കം നടത്താൻ ഇപ്പോൾ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ 5 ദിവസം ലക്ഷക്കണക്കിന് വോട്ടുകളാണ് വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയത്. കഴിഞ്ഞ 40 ദിവസം കൊണ്ട് കേരളത്തിലെ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയതിൻ്റെ 4/1 5 ദിവസം കൊണ്ട് കേരളത്തിലെ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിരിക്കുകയാണ്. എന്ത് മറിമായമാണിത്! ലക്ഷക്കണക്കിന് വോട്ടുകളാണ് കഴിഞ്ഞ 5 ദിവസം കൊണ്ട് പുതിയ വോട്ടർ പട്ടികയിൽ കേരളത്തിൽ വന്നിരിക്കുന്നത്. വോട്ട് ഇരട്ടിപ്പാണ് എല്ലാ വോട്ടർ പട്ടികയിലും കാണാൻ സാധിക്കുന്നത്. വളരെ ആസൂത്രിതമായി വോട്ടർ പട്ടികയിൽ CPM-ന്റെ ആളുകളെ തിരികെ കയറ്റുന്ന സ്ഥിതിയാണ് കണ്ടിരിക്കുന്നത്. പല വാർഡുകളിലും ഒരേ പേരുകൾ തന്നെ പ്രത്യക്ഷമായിരിക്കുന്നു. വളരെ ആസൂത്രിതമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഗവൺമെൻറ് ഇത് ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ ഒന്നിലധികം തവണ പേര് വന്ന ലക്ഷക്കണക്കിന് വോട്ടർമാരുണ്ട്. അവയെ നീക്കം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചില്ല. കഴിഞ്ഞ 5 ദിവസം കൊണ്ട്, അവസാനത്തെ 5 ദിവസം കൊണ്ട് ഏതാണ്ട് 5 ലക്ഷം വോട്ടർമാരാണ് അസാധാരണമായ രീതിയിലുള്ള വോട്ടർ പട്ടികയിൽ പേര് വന്നിരിക്കുന്നത്. ഒരിക്കലും സാധിക്കാത്ത കാര്യമാണത്, ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണത്. വോട്ടർ പട്ടികയിൽ വ്യാപകമായിട്ടുള്ള കൃത്രിമമാണ് ഈ ഗവൺമെൻറ് നടത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നോക്കുകുത്തിയാക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്ഷരാർത്ഥത്തിൽ ഒരു നോക്കുകുത്തിയെ പോലെയാണ് പെരുമാറുന്നത്. തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വളരെ ആസൂത്രിതമായ മറ്റൊരു നീക്കവും കൂടി സംസ്ഥാന ഗവൺമെൻറ് നടത്തുകയാണ്. അതാണ് കൊറോണയുടെ പേരിലുള്ള പോസ്റ്റൽ ബാലറ്റ്. 60 വയസ്സ് കഴിഞ്ഞ എല്ലാവരെയും പോസ്റ്റൽ വോട്ട് ആക്കി മാറ്റാനുള്ള ഗൂഢപദ്ധതിയാണ് അണിയറയിൽ നടക്കുന്നത്. അടിയന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോസ്റ്റൽ വോട്ടിൻ്റെ മാനദണ്ഡങ്ങളെ സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തണം. ആർക്കൊക്കെയാണ് പോസ്റ്റൽ വോട്ട് ചെയ്യാനുള്ള അധികാരം? കൊറോണ പോസിറ്റീവായിട്ടുള്ളവർക്കാണോ, അതോ 60 വയസ്സ് കഴിഞ്ഞവർക്കാണോ, അതോ ക്വാറന്റൈനിലിരിക്കുന്നവർക്കാണോ?
ഗവൺമെന്റ് ഇതുവരെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. സാധാരണ നിലയിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് മാനദണ്ഡങ്ങളെല്ലാം വ്യക്തമാക്കേണ്ടതാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്താണ് മാനദണ്ഡം എന്ന് ഇതുവരെ വ്യക്തമാക്കി. ഇനി എപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കാൻ തുടങ്ങുന്നത്? നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാൻ 2ാമത്തെ ദിവസമാണിന്ന്. ഇനി എപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോസ്റ്റൽ വോട്ടിനെ കുറിച്ചുള്ള അന്തിമമായിട്ടുള്ള നിലപാട് വിശദീകരിക്കുന്നത്? എന്താ തീരുമാനം? ആർക്കൊക്കെയാണ് പോസ്റ്റൽ വോട്ട് ചെയ്യാനുള്ള അവകാശം? ദയവായി കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് വ്യക്തമാക്കുന്നില്ല എന്നുള്ള കാര്യം പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരണം. വളരെ ആസൂത്രിതമാണ് നീക്കം. കൊറോണയുടെ പേര് പറഞ്ഞ് 60 വയസ്സിന് മുകളിലുള്ളവരുടെ മുഴുവൻ പോസ്റ്റൽ വോട്ട് കൈക്കലാക്കാനുള്ള വളരെ വലിയ ഗൂഢാലോചനയാണ് നടക്കുന്നത്. പല്ലും നഖവും ഉപയോഗിച്ച് ഞങ്ങൾ ഇതിനെ ചെറുക്കും. അതിലൊരു നിയമവും നിയമലംഘനമാണെന്ന് പറഞ്ഞ് പിന്നീട് വരരുത്. എന്താ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്? ആർക്കൊക്കെയാണ് പോസ്റ്റൽ വോട്ട്? എന്താ മാനദണ്ഡം? വ്യക്തമാക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ ഏത് നീക്കവും അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ട് ചെറുത്ത് തോൽപ്പിക്കാൻ ദേശീയ ജനാധിപത്യ സഖ്യം BJP തയ്യാറാവുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ വലിയ ഗൂഢാലോചനയാണ് അണിയറയിൽ നടക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്തിലും മയക്കുമരുന്ന് കേസിലും ഹവാല ഇടപാടുകളിലും പെട്ട് പ്രതിച്ഛായ നഷ്ടപ്പെട്ട സർക്കാരിൻ്റെ അവസാനത്തെ കച്ചിത്തുരുമ്പായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കം. ജനാധിപത്യ വിശ്വാസികൾ ജാഗ്രത പാലിക്കണമെന്ന് BJP എല്ലാവരോടും അഭ്യർത്ഥിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ വിജയിക്കുന്ന മുന്നണിയായി ഈ തെരഞ്ഞെടുപ്പ് ദേശീയ ജനാധിപത്യ സഖ്യം മാറും. സംസ്ഥാനത്തെ പല കോർപ്പറേഷനുകളും ഇത്തവണ ഭരണം BJPയുടെ നിയന്ത്രണത്തിൽ വരും. നിരവധി മുനിസിപ്പാലിറ്റികളും ജില്ലാ പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളിലും ജനങ്ങളുടെ പിന്തുണയോടുകൂടി BJP ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് പോകും. വൻ വിജയമായിരിക്കും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ. NDA വളരെ ശക്തമായിട്ടാണ് കേരളത്തിൽ പോകുന്നത്. എല്ലാ വാർഡുകളിലും അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തീർത്തുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ധാരണകളായി കഴിഞ്ഞു. ഏതാണ്ട് 80% വാർഡുകളിലും നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 100% വാർഡുകളിലും ഇത്തവണ മത്സരിക്കുന്ന ഒരേ ഒരു മുന്നണിയേ ഉള്ളൂ. അത് കേരളത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കപ്പിനും ചുണ്ടിനുമിടയിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നഷ്ടമായത്. ഇത്തവണ വർദ്ധിച്ച ആത്മവിശ്വാസത്തോടെയാണ് തിരുവനന്തപുരത്ത് NDA മത്സരിക്കുന്നത്. ഭരണം വികസനത്തിന് വേണ്ടി എന്നുള്ള ഒരു മുദ്രാവാക്യം തിരുവനന്തപുരം നഗരസഭ ലോകോത്തരമായിട്ടുള്ള നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ജനങ്ങളെ സമീപിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി കഴിഞ്ഞ ദിവസം ദില്ലിയിൽ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനും കേന്ദ്ര നേതാക്കളുമായിട്ടുമെല്ലാം ചർച്ച നടത്തിയപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടാവണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതനുസരിച്ച് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനമായാലും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ വികസനമായാലും പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പൈതൃക നഗരത്തിൻ്റെ വികസനമായാലും അതെല്ലാം ആവശ്യമായിട്ടുള്ള ആവശ്യങ്ങൾ ഞങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. വളരെ അനുഭാവപൂർണമായിട്ടുള്ള നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഒരു ഉദാത്തമായിട്ടുള്ള മാതൃകാ നഗരമായിട്ട് തിരുവനന്തപുരത്തെ വികസിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് NDA ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇന്ന് ഏതാണ്ട് 4-5 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും താല്പര്യമുള്ള ഒരു കാര്യം കൂടി പറയാനാണ് ഞാൻ ഈ പത്രസമ്മേളനം അതിൻ്റെ മാർഗമാക്കി മാറ്റുന്നത്. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഭരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉറച്ച കരങ്ങളിൽ ഉണ്ടാവണമെന്നുള്ള പാർട്ടി സംസ്ഥാന ഘടകത്തിൻ്റെ താല്പര്യപ്രകാരം
കേരളത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള കരുത്തനായിട്ടുള്ള ഒരു നേതാവിനെ ഈ കോർപ്പറേഷനിലേക്ക് മത്സരിപ്പിക്കാൻ BJP തയ്യാറെടുക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും വളരെ സുപരിചിതനായിട്ടുള്ള, മാധ്യമങ്ങളിൽ പ്രത്യേകിച്ചും പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ വളരെ സുതാര്യമായിട്ടുള്ള, ജനപ്രീതിയുള്ള, അഴിമതിക്കെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിയിട്ടുള്ള ഒരു നേതാവിനെ തന്നെയാണ് ഈ കോർപ്പറേഷൻ നേതൃത്വം നൽകാൻ BJP അവതരിപ്പിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ VV രാജേഷിനെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. പൂജപ്പുര വാർഡിൽ നിന്നും ശ്രീ VV രാജേഷ് തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടും എന്ന് സന്തോഷപൂർവ്വം അറിയിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ശ്രീ VV രാജേഷിനെ ഞാൻ ഈ സമയത്ത് ഇങ്ങോട്ട് ക്ഷണിക്കുക. എല്ലാ ജനവിഭാഗങ്ങളുടെ ശക്തമായ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. ഓക്കെ, വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ രാജേഷോട് ചോദിക്കാം. അതിനൊക്കെ വളരെ ശക്തമായിട്ടുള്ള സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ് ഞങ്ങളുടേത്. അതിനൊന്നും ഒരു കുഴപ്പവും വരില്ല. ജില്ലാ അധ്യക്ഷൻ മത്സരിക്കുമ്പോഴും പാർട്ടി സംഘടനാ സംവിധാനം ഒരെണ്ണയിട്ട യന്ത്രം പോലെ ഇവിടെ ചലിക്കും. തീർച്ചയായിട്ടും നിരവധി പരാതികൾ ഇതിനോടകം കൊടുത്തിട്ടുണ്ട്. പല വാർഡുകളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അവരുടെ ഒത്താശയോടുകൂടി വ്യാപകമായിട്ടുള്ള തിരികെക്കയറ്റം നടന്നിട്ടുണ്ട്. BJP ഏറ്റവും ശക്തമായിട്ടുള്ള വിജയമാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പോകുന്നത്. തിരിച്ചടി ഉണ്ടാവുക ആർക്കാണെന്ന് കേരളത്തിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. BJPക്ക് മാത്രമേ നേട്ടം ഉണ്ടാവുള്ളൂ. UDF അതിനേക്കാൾ വലിയ അഴിമതിയുടെ ഇതിലാണ് ദുർഗന്ധം. അവർക്ക് പരസ്പരം മത്സരിക്കുകയല്ലേ. UDFും LDFും ഒരേപോലെ അഴിമതി മുന്നണികളായിട്ട് മാറിയിരിക്കാം. ഇഷ്ടം പോലെ വനിതകൾ ഇറക്കിയിട്ടുണ്ട്. അല്ല, അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികളെ പേര് പറയുന്ന പതിവ് ഞങ്ങൾക്കില്ല. BJPയിലെ എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായി പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് ഞാൻ അർത്ഥമാക്കിയത്. മാധ്യമങ്ങളും പിണറായി വിജയനും സ്വപ്നം കാണുന്നത് പോലെ ഒന്നും ഈ പാർട്ടിക്കകത്ത് സംഭവിക്കില്ല എന്ന് നിങ്ങളെ എല്ലാവരെയും വിനയത്തോടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. നിങ്ങളെല്ലാവരും നിരാശരാവേണ്ടി വരും ഈ കാര്യത്തിലെന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കാൻ തയ്യാറാവുകയാണ്. അതെ, അയ്യോ, അങ്ങനെ നിങ്ങൾ ഇപ്പോഴേ അതെല്ലാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പ്രൊമോഷനാണോ പ്രൊമോഷനാണോ എന്ന് നമുക്ക് വിലയിരുത്താമല്ലോ. VV രാജേഷ് കേരള BJPയിലെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇത്രയും ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ ഒരു വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മുന്നേറ്റം BJPക്ക് അസൂയാവഹമായിട്ടുള്ള വളർച്ചയാണ് ഒരു വർഷം കൊണ്ടുണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരാളെ ഞങ്ങൾ കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്നത് എന്തിനാണെന്ന് ഈ കോർപ്പറേഷനിലെ വോട്ടർമാർക്കെല്ലാം ബോധ്യമുണ്ട്. വാർഡിലേക്കാണോ കോർപ്പറേഷൻ ഭരണത്തിലേക്കാണോ എന്നൊക്കെ നമുക്ക് 8-ാം തീയതി കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ജില്ലാ പഞ്ചായത്ത് പിടിക്കാനാണ്, ജില്ലാ പഞ്ചായത്തിന്റെ ഭരണ നേതൃത്വത്തിന് വേണ്ടിയിട്ടാണ് സുരേഷിനെ നിശ്ചയിച്ചിരിക്കുന്നത്. കോർപ്പറേഷൻ ഭരണത്തിന് BJPക്ക് അത് പാർട്ടിക്ക് വളരെ താല്പര്യമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സാധാരണ മത്സരമല്ല ഇത്.
അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ മത്സരം. അപ്പോൾ ആ പ്രാധാന്യമാണ് ഞങ്ങൾ നൽകിയിരിക്കുന്നത്. ഈ മറ്റ് മുതിർന്ന നേതാക്കളെ വേറെ കോർപ്പറേഷൻ തൃശ്ശൂർ കോർപ്പറേഷന്റെ കെ ഗോപാലകൃഷ്ണന്റെ പേരിൽ അത്തരം ഇതുപോലുള്ള വേറെ നീക്കങ്ങളുണ്ട്. ധാരാളം മുതിർന്ന നേതാക്കൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതാത് സ്ഥലത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ച് മത്സരിക്കുന്നുണ്ട്. അല്ല, അതെല്ലാം നോമിനേഷൻ പൂർത്തിയാകുമ്പോൾ എല്ലാം അതാത് സ്ഥലത്ത്, തൃശ്ശൂരിലെ കാര്യം അതാത് സ്ഥലത്ത് അറിയിക്കും. ഒരു 4 സീറ്റ് കൂടെ അന്ന് വൈകുന്നേരത്തോട്. ഏത് പലരും ആരാ ഒന്ന് പറയും, ഏത് മണ്ഡലം പേര് പറയും. മണ്ഡലം പ്രസിഡന്റ് ഗിരി, മണ്ഡലം പ്രസിഡന്റ് ഗിരികുമാർ PTP മത്സരിക്കുന്നു. ഏത് ആള്? മണ്ഡലം പ്രസിഡന്റ് രഞ്ജിനിയ. അവരെവിടെ പോയിട്ടില്ല. എവിടെ പോയിട്ടുണ്ട്? വട്ടിയൂർക്ക ആരാ? ഏത് വാർഡ്? ഒരു വാർഡിൽ പോലും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ ഒരു വാർഡിൽ പോലും വിമതശല്യം ഇല്ലാത്ത ഒരു റിബൽ കാൻഡിഡേറ്റ് ഞങ്ങൾക്കുണ്ടാവില്ല. ഒരു വാർഡിൽ പോലും. ഞാൻ നിങ്ങളത് ചൂണ്ടിക്കാണിച്ചു തന്നാൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഒരു വാർഡിൽ പോലും 20,000-ത്തിലധികം തദ്ദേശ വാർഡുകളിൽ ഒരു വാർഡിൽ പോലും BJPക്ക് വിമതന്മാരുണ്ടാവില്ല. പാർട്ടിയുടെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം സെക്രട്ടറി ആർ ബിന്ദു അവർ കഴിഞ്ഞ 10 വർഷമായി ഈ വലിയുള്ള വാർഡിൽ പ്രവർത്തിക്കുകയായിരുന്നു. അവരത് സംബന്ധിച്ച് പരാതികൾ ഉന്നയിച്ചിരുന്നു. അവരുടെ സ്ഥാനാർത്ഥി അവരുടെ പേര് വരുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. വനിതാ വാർഡായി സംവരണം ചെയ്തു കഴിഞ്ഞാൽ ഒരു ജനറൽ കാൻഡിഡേറ്റ് ആയിട്ട് പിന്നോക്കക്കാരിയെ തന്നെ ഒഴിവാക്കി എന്നാണ് അവരുടെ പരാതി, പരസ്യമായ പരാതി. ജനറൽ വാർഡുകളിൽ അതും 100% മറ്റേ മുന്നോക്ക ജാതിക്കാരുള്ള വാർഡുകളിൽ പട്ടികജാതിക്കാരെ സ്ഥാനാർത്ഥിയാക്കിയ ഒരേ ഒരു പാർട്ടിയെ കേരളത്തിലുള്ളൂ, അത് BJP ആണ്. നിങ്ങൾ ഇത്തരം പിന്നെ എല്ലാവർക്കും ടിക്കറ്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ 6-7 വനിതാ സ്ഥാനാർത്ഥികളെ ജനറൽ വാർഡിൽ നിർത്തിയിരിക്കുന്നു. കോൺഗ്രസ് എത്ര നിർത്തിയിരിക്കുന്നു? CPM എത്ര നിർത്തിയിരിക്കുന്നു? നിങ്ങൾ അത് പറ. AKI സെൻറ്റർ എത്ര പേർക്ക് കൊടുത്തിരിക്കുന്നു? ഞങ്ങളെപ്പോലെ ഇത്രയും സാമൂഹ്യ സന്തുലിതാവസ്ഥ പാലിക്കുകയും ജനറൽ വാർഡുകളിൽ സ്ത്രീകളെ നിർത്തുകയും പട്ടികജാതിക്കാരെ നിർത്തുകയും ചെയ്ത ഒരേ ഒരു പാർട്ടി കേരളത്തിൽ BJP മാത്രമേ ഉള്ളൂ. ഏതാണ് ആള്? എൻ്റെ പ്രശാന്ത്, 25,000 30,000 മറ്റു പാർട്ടിക്കാർ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ BJPയിൽ ചേർന്നു. നിങ്ങൾ അതൊന്നും കാണാതെ ഈ ഒരാളുടെ പേര് 25,000 - 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് ഒരാളെ നിങ്ങൾ പറയുന്നു? ഏതാണ് റിബൽ കാൻഡിഡേറ്റ് ഉള്ളത്? പറയേ, ഏതാ പറയും? ഒരാൾ പറയും. ഒരു 5 പേര് താങ്കൾ പറയും, ഞാൻ സമ്മതിക്കാം. BJPയിൽ നിന്ന് കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ പ്രമുഖരായിട്ടുള്ള ഒരു 10 പേരുടെ പോയി. നിങ്ങൾ ഈ പിണറായി വിജയന് വേണ്ടിയിട്ട് ഈ വാർത്ത എഴുതുന്നതിൽ ഒരു കാര്യവും അടിസ്ഥാനമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇത്രയധികം ആളുകൾ പാർട്ടിയിലേക്ക് വന്നിട്ടുള്ള ഒരു കാലം ഉണ്ടായിട്ടില്ല. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു? ശോഭാ സുരേന്ദ്രൻ CPMലേക്ക് പോകുന്നു, കോൺഗ്രസിലേക്ക് പോകുന്നു. നിങ്ങളുടെ ഈ ഉദ്ദേശമൊന്നും നടക്കില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ട് BJPയിൽ വിഭാഗീയതയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പിണറായി വിജയൻ്റെ പിന്നെ ജോലിയാണ് നിങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ജോലി ഇവിടെ നടപ്പില്ല. എന്താ പറഞ്ഞു? എന്താ അവർ പറഞ്ഞു? ശരി, എന്താ ഇഷ്യൂ? അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല പാർട്ടി. അതൊക്കെ നിങ്ങൾ ഒതുക്കി എന്നുള്ള വാക്കൊന്നും അവർ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഉദ്ദേശം ശോഭാ സുരേന്ദ്രനെ പുകച്ച് ചാടിക്കാനാണെങ്കിൽ അത് നടപ്പില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെയും അത് നടക്കില്ല. അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയും അത് നടക്കില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ അത് നടക്കില്ല. നിങ്ങളെല്ലാവരുടെ ഉദ്ദേശം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങളുടെ ശോഭയെ പുറത്ത് ചാടിക്കണം. അതിന് നിങ്ങളിങ്ങനെ പിന്നാലെ കൂടിയിരിക്കാം. അതൊന്നും ഇവിടെ നടപ്പില്ല. പ്രശാന്ത്, CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എല്ലാ ആളുകളുടെയും ഹാജർ നിങ്ങൾ നോക്കാറുണ്ടോ? KPCC നിർവാഹക സമിതിയിൽ ഹാജർ നിങ്ങൾ നോക്കാറുണ്ടോ? നിങ്ങളുടെ ഈ ദുഷ്ടലാക്ക് എന്തുകൊണ്ടാണ് BJPയിലേക്ക് മാത്രം? ഒരാൾ ഒരു മീറ്റിങ്ങിൽ വന്നില്ല ഉടനെ നിങ്ങൾ വാർത്തയാക്കാൻ. അതവിടെ കയ്യിലിരിക്കട്ടെ, അത് കയ്യിലിരിക്കട്ടെ സാറേ, കയ്യിലിരിക്കട്ടെ. ജനാധിപത്യത്തിൽ പരസ്യമായിട്ട് ചിലതൊക്കെ പറയും. ശരി, താങ്ക് യു.